ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രി ഇത് പറയാൻ കാരണം എന്താ? പൗരത്വ നിയമത്തെക്കുറിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമത്തെ ബേസ് ചെയ്താണ് പറഞ്ഞത്. എന്നാൽ കോഴിക്കോട് യോഗത്തിൽ വളരെ സ്പെസിഫിക്കായി രാഹുൽ ഗാന്ധി പറഞ്ഞു, മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ പൗരത്വം നിർണ്ണയിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളോട് ഞങ്ങൾ പൂർണ്ണമായി വിയോജിക്കുന്നു. പൗരത്വ നിയമത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ സംശയങ്ങൾക്ക് തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇന്നലെ സംശയത്തിനൊന്നും ഇടയില്ലാത്ത രീതിയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയല്ലേ പ്രിയങ്ക ഗാന്ധി ഈ തിരുവനന്തപുരത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നല്ലേ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം ഞങ്ങൾ റിപ്പീൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, അതിനേക്കാൾ കൂടുതൽ ആര് പറയണം? അപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞു കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണപ്രചരണം തകർന്ന തരിപ്പണമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം വാസ്തവത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഈ BJP CPM അന്തർധാരയുണ്ടെന്ന് നിങ്ങളിൽ പല ആളുകളും ചോദിച്ചു. ഏറ്റവും ഒടുവിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്താ? ശബരിമലയിൽ ഉണ്ടായതുപോലൊരു സംഭവം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലുണ്ടായി, പൂരത്തിൽ. ഞാൻ യഥാർത്ഥത്തിൽ അന്ന് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന നമ്മുടെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ കാസർഗോഡ് ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ട് രാവിലെ 2 മണിക്ക് മലബാർ എക്സ്പ്രസ്സിൽ ഞാൻ തൃശ്ശൂരിൽ വന്നു. അപ്പോൾ 2 മണിക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ 3 മണിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കലുണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ രാമനിലയത്തിൽ നിന്നാൽ കാണാൻ പറ്റില്ല. അവിടെ പോയൊരു വലിയ പൊക്കമുള്ളൊരു ഹോട്ടലിൽ മുറിയൊക്കെ എടുത്ത് 3 മണിക്ക് ഞാൻ അതിൻ്റെ ടെറസിൽ കയറി നിൽക്കുമ്പോൾ വെടിക്കെട്ടില്ല. അപ്പോൾ ഞാൻ TV കണ്ടില്ല. ഞാൻ TV വെച്ച് നോക്കുമ്പോൾ TV-യിൽ എഴുതി കാണിക്കുന്നു വെടിക്കെട്ട് ക്യാൻസൽ ചെയ്തു. തൃശ്ശൂർ പൂരം പിണറായിയുടെ പോലീസ് അലങ്കോലപ്പെടുത്തിയത് ആരെ സഹായിക്കാനാണ്? തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിനെ സഹായിക്കാനാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. അവിടെ ദേവസ്വം അധികൃതരുടെ പ്രസ്താവന വന്നു. ഞാൻ രാവിലെ പെട്ടെന്ന് പോകാൻ റെഡിയാണ്, ഷേവ് ചെയ്യുന്നു, കുളിമുറിയിൽ നിൽക്കുമ്പം പടക്കം പൊട്ടുന്നു. ഞാൻ വന്ന് നോക്കുന്നു, ജനാലയിൽ കൂടെ. അപ്പോൾ ഉണ്ടത് എന്താണ്, രാത്രിയല്ലേ പൂരത്തിൻ്റെ വെടിക്കെട്ട്? രാത്രി പകൽ വെടിക്കെട്ട് നടക്കുക, രാത്രി പൂരം പകൽ പൂരമായിട്ട് നടക്കുക. ആരവിടെ കാണാൻ? ഞാൻ പോയി നാളെ വിട്ട് അന്വേഷിച്ചു. പൂരപ്പറമ്പിൽ ഇത് ക്യാൻസൽ ചെയ്തു. ഇന്ന് വരെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ വെടിക്കെട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ? പോലീസ് പൂരം അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ മാത്രം എന്തിനാ? ഇത് വിശ്വാസത്തിനെയും ആരാധനാക്രമത്തെയും എപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി അതിനെ എതിർക്കാൻ, അതിനെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. ശബരിമലയുടെ ആവർത്തനമാണ് ഈ തൃശ്ശൂർ പൂരത്തിലുണ്ടായത്. വാസ്തവത്തിൽ തൃശ്ശൂർ വികാരമുള്ള ആളുകൾ അവർ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ചുണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുണ്ട് വിറയ്ക്കുകയാണ്. കാരണം ആര് ഭരിച്ചാലും തൃശ്ശൂർ പൂരത്തിന് ഒരു തടസ്സവും ഉണ്ടാവാറില്ല. തടസ്സമുണ്ടായാൽ ആ തടസ്സം മാറ്റിക്കൊടുക്കുന്നതാണ് പോലീസ്. ആ പോലീസ് തന്നെ തടസ്സമുണ്ടായി. അതുകൊണ്ട് ഇത് BJPക്ക് അനുകൂലമായി. കാരണം പൂരം മുടങ്ങി അതിൻ്റെ യഥാർത്ഥ പഴി ആരുടെ നിലയിലാണ്? അതിൻ്റെ യഥാർത്ഥ പഴി ഇത് മുടക്കിക്കൊടുത്തത് പോലീസായതുകൊണ്ട് സർക്കാരിൻ്റെ നിലയിലായി. പഴി വിലയ്ക്ക് വാങ്ങിയ എന്തിനാ? നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് ഈ അന്തർധാര ഒന്നുകൂടി ശക്തിപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് മലയാളം ചാനലിന് അദ്ദേഹം അഭിമുഖം കൊടുക്കുന്നു, അദ്ദേഹം മലയാളം ദിനപത്രത്തിന് അഭിമുഖം കൊടുക്കുന്നു. ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് പോയ അവതാരക ചോദിക്കുന്നത് ഇംഗ്ലീഷിലാണ്, അദ്ദേഹം പറയുന്നത് ഹിന്ദിയിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഭാഷാ സ്നേഹിയായിരിക്കാം, പക്ഷേ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ദക്ഷിണേന്ത്യയിലെ മാധ്യമപ്രവർത്തകയോട് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ മറുപടി പറയാമല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ. അതിനും അദ്ദേഹം മലയാളത്തിലാണ്. മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ മനോജ് കെ ദാസ് നല്ലവണ്ണം ഹിന്ദി അറിയുന്ന ആളാണ്, അത് പറഞ്ഞോട്ടെ. പക്ഷേ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ
അത് ഹിന്ദിയിൽ മറുപടി പറയുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രി ഇതെല്ലാം ഭാഷാവികാരം, ജാതി വികാരം, പ്രാദേശിക വികാരം അതെല്ലാം ജ്വലിപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇതുപോലുള്ള ഇൻ്റർവ്യൂവിൽ വരെ അദ്ദേഹം ശ്രമിക്കുന്നത്.